റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. മലപ്പുറം മുൻ SP-യുടെ നിർദ്ദേശപ്രകാരം ഫോൺ ചോർത്തിയെന്ന് സൈബർ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടർ പുറത്തുവിടാൻ പോകുന്നത്. എങ്ങനെയാണ് മലപ്പുറത്തെ SP സുജിത് ദാസ് ടെലിഫോണുകൾ ചോർത്തിയിരുന്നത്? അത്തരം സാധ്യതകളുണ്ടോ എന്ന റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സാധാരണ രീതിയിൽ ഫോൺ ടാപ്പ് ചെയ്യാൻ ഹോം സെക്രട്ടറിയുടെ അനുവാദം വേണം. എന്നാൽ അതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടെന്നും ആ ലൂപ്പ് ഹോൾ തിരിച്ചറിഞ്ഞാണ് മലപ്പുറത്തെ SP അടക്കം ഇത്തരത്തിൽ ടെലിഫോൺ സംഭാഷണം ചോർത്തിയിരിക്കുന്നതെന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. എന്താണ് ആ ലൂപ്പ് ഹോൾ? മാവോയിസ്റ്റ് ഭീഷണിയുടെ മറവിൽ ഫോൺ ചോർത്താൻ സാധിക്കുന്നു. ഇതാണ് സൈബർ ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണം. PV അൻവർ MLA-യുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. സ്വർണ്ണക്കടത്തുകാരുടെ നീക്കങ്ങൾ ചോർത്തുന്നതും മാവോയിസ്റ്റ് ഭീഷണിയുടെ മറവിലാണെന്ന് ഫോൺ സംഭാഷണത്തിലുണ്ട്. ഗൾഫിലെ ജുവലറികൾ സ്വർണം കടത്തുന്നത് എങ്ങനെയെന്നും ആഭരണം നിർമ്മിക്കാൻ നാട്ടിലെത്തിക്കുന്ന സ്വർണം തിരിച്ചു കൊണ്ടുപോകാതെ കസ്റ്റംസിനെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്നും സംഭാഷണത്തിലുണ്ട്. നമുക്കാദ്യം ആ ശബ്ദരേഖയൊന്ന് കേട്ടുവരാം. മറ്റേ സംഭവത്തില് ഗോൾഡ് കേസിൽ പിടിക്കുന്നത് കോർഡിനേഷൻ എടുത്തിട്ടല്ല, കോൾ ഇന്റർസെപ്റ്റ് ചെയ്യും. ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ നിയമപരമായിട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിട്ടാലാണ് നടക്കുള്ളൂ. മനസ്സിലായി. അപ്പൊ ഇതെന്തായാലും ചെയ്യില്ല. അതിന് ഒരൊറ്റ ലൂപ്പോളുണ്ട്. വയനാട്, മലപ്പുറം ജില്ലകളിലെ SP-മാർക്ക് മാവോവാദി ഭീഷണി പേരിൽ ഒരു നമ്പർ മാവോവാദിയുടെയാണ് അല്ലെങ്കിൽ അവരുടെ ബന്ധമുള്ളവരാണെന്ന് സംശയിക്കുവാണെങ്കിൽ അവരുടെ അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇന്റർസെപ്ഷൻ ഇടാം. അപ്പൊ അത് 2 SP-മാർക്കേ ഉള്ളൂ, വയനാട്, മലപ്പുറം. വയനാട് ജില്ലയില് സ്വർണ്ണക്കടത്തില്ല, അറിയാലോ. കോഴിക്കോട് ഉണ്ട്, പക്ഷെ കോഴിക്കോട് SP എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എന്താണ്? മലപ്പുറം. അതിന്റെ പേരിൽ ഇപ്പൊ തന്നെ സംശയം ഉണ്ടെങ്കിൽ 2 നമ്പർ ഇട്ടാൽ നമ്മൾ പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കോഡ് ഭാഷ കേട്ടിരിക്കുമ്പോ പക്ഷെ കോൾ ഡീറ്റെയിൽസ് കിട്ടുമ്പോ ലേറ്റ് ആവും. പക്ഷെ സംഭാഷണം കൃത്യമായി മനസ്സിലാവുമല്ലോ. അതായത് സാധനം കൊണ്ടിരുന്നത് ഇതിന് വേണ്ടി ഞങ്ങൾ ഇന്ന എത്ര മണിക്ക് ഇന്ന ഹോട്ടലിന്റെ മുമ്പിലേക്കാം അല്ലെങ്കിൽ ഇന്ന പമ്പിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറയണത് കേൾക്കുമല്ലേ? ലൈവായിട്ട് കേൾക്കുവാണ്. അങ്ങനെയാണ് ഈ സാധനം പണി നടക്കുന്നത്. അപ്പൊ ഒരു 100 കിലോ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് അവരുടെ ജ്വല്ലറിയിലേക്കുള്ള ആഭരണം പണിയുന്നതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് 100 കിലോ കൊണ്ടുവരും. 100 കിലോ കൊണ്ടുവന്നിട്ട് 9 കൊണ്ടുവന്ന 999 9 months ആക്കി 9 months 6 ആക്കിയിട്ട് തിരിച്ചു പോകുമ്പോ 100 കിലോ വരെ 102 അല്ലെങ്കിൽ കല്ലുൾപ്പെടെ ഒരു 105 അത്ര കിലോ തിരിച്ചു കൊണ്ടുപോകാമല്ലോ. ആദ്യത്തെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് കാര്യത്തിൽ ആഭരണം ആക്കിയിട്ട് അതിന്റെ അത്രയൊരു കിലോ കൂടി തിരിച്ചു കൊണ്ടുപോകാം. ഈ തിരിച്ചു കൊണ്ടുപോകുന്നിടത്താണ് ഗെയിം. തിരിച്ചു കൊണ്ടുവന്നത് ഗോൾഡ് അല്ല, റോൾഡ് ഗോൾഡാണ്. റോൾഡ് ഗോൾഡാണ്. അതായത് നമ്മുടെ പറക്കാട്ടൊക്കെ പോലെ കൊല്ലം സുപ്രീം പോലെ ഒരച്ചാലും രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഗോൾഡ്, 1 gram ഗോൾഡ്. മനസ്സിലായി. ഈ ഗോൾഡ് ഈ പറയുന്ന സാധനം ഒറിജിനൽ ഗോൾഡ് ആണെന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാണ്? അപ്രൈസറാണ്. ആ അപ്രൈസർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ സാധനം കയറിപ്പോളൂ. അതിനാണ് ഫണ്ട്. അതാണ് 20 വർഷം മുമ്പ് ഉള്ള കഥ. ഒരു 18-20 വർഷം മുമ്പ് ഒരു ദിവസം വരുമാനം 2 ലക്ഷം രൂപയായിരുന്നു. മാസമല്ല,